ഹലോ ഗൈസ്, ഞാനൊരു പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ഹാപ്പി ലാൻഡിലേക്കാണ്. ഞാൻ നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ടിക്കറ്റ് ചാർജ് അധികമാണ്. ഒരാൾക്ക് 800 രൂപയാണ് ആയത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ ടിക്കറ്റ് ചാർജ് കൂടുതലായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഇത്രയാവില്ല, കുറച്ചുകൂടെ കുറവാണ്. അപ്പോൾ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ടിക്കറ്റ് ചാർജ് 800 വെച്ചിട്ടാണ് ഓരോരുത്തർക്കും ആയത്. ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറി. ആദ്യം തന്നെ ഒരു ലോക്കർ എടുത്തു, കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സേഫാക്കി വെച്ചു. കുട്ടികളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് വന്നത്. ഞാനും ഡിസൈൻ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ ഞങ്ങൾ 5D ഷോ നടക്കുമായിരുന്നു. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വെച്ചു. കുറേയധികം കാണാനുണ്ട്, എങ്കിലും അവിടെ ഷോ നടക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അവിടെ ഷോ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം അത് കാണാൻ പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ 5D ഷോ കാണാനായിട്ട് പോയി. മാളൂട്ടിയുടെ ഫ്രണ്ട്സുകളുള്ളതുകൊണ്ട് ഭയങ്കര ത്രില്ലിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോ കാണാൻ അകത്തേക്ക് കയറി. എല്ലാവരും 3D ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റായി നിന്നു. ഒരു ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ അവർ ആ ഷോ കാണിക്കാനായിട്ട് ആ റൂമിലോട്ട് കയറ്റു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരെല്ലാം പുറത്ത് ക്യൂ നിൽക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും കയറി. പക്ഷേ ഷോ തുടങ്ങിയപ്പോൾ മൊബൈലെല്ലാം മാറ്റി വെച്ച് ഷോ കാണേണ്ട അവസ്ഥ വന്നു. അതൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്ലാസ് ഹൗസിലേക്ക് കയറി. അതായത് ഒരു പ്രത്യേക രസമായിരുന്നു കാണാനായിട്ട്. എവിടെ തിരിഞ്ഞാലും ഗ്ലാസ്സുകൾ മാത്രം. വഴിയറിയാതെ തപ്പി നടക്കുമോ നമ്മൾ. കാരണം ചുറ്റിനും ഗ്ലാസ്, ഏത് വഴിയാണ് പോകേണ്ടതെന്ന് അറിയാതെ ഭയങ്കര ബുദ്ധിമുട്ട്. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. അത് ഭയങ്കര ആസ്വദിച്ചു ഞങ്ങൾ. നിസ നല്ലതായിട്ട് പേടിക്കുന്നു. നിസ ആകെ ടെൻഷൻ അടിച്ച് ഇറക്കിയായിരുന്നു. അയ്യോ വഴി എവിടാന്നൊരു കൺഫ്യൂഷനായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അവരിതിനു മുമ്പ് വന്നിട്ടുണ്ട്. നിസ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ്. എങ്കിലും നിസ വളരെ ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ നല്ലൊരു ഗാലക്സി ഇതിൽ കയറി. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഡാൻസും പാട്ടുമായിട്ട് ചാടി കളിക്കുമായിരുന്നു 3 പേരും കൂടെ. ആ ഗ്ലാസ് ഹൗസ് തന്നെ നമുക്ക് കാണാനായിട്ട് കുറേ ഉണ്ടായിരുന്നു. അതായത് പല നിറത്തിലുള്ള ലൈറ്റ്സുകൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഏതോ ഒരു ഉത്സവപ്പറമ്പ് നിൽക്കുന്നൊരു ഫീലായിരുന്നു. ലൈറ്റ്സൊക്കെ ധാരാളമുള്ളൊരു ഉത്സവപ്പറമ്പ് നിൽക്കുന്നൊരു ഫീലായിരുന്നു. ഞാനും കുട്ടികളും എല്ലാം നന്നായിട്ട് ഇത് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആ ലൈറ്റ്സ് ഹൗസിൽ നിന്ന് കുറച്ച് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഗെയിം പോലുള്ളൊരു സംഭവം, ഇങ്ങനെ തല മാത്രം പുറത്ത് കാണുന്നത്, അതെല്ലാം മാളുട്ടിയും കുട്ടികളും എല്ലാവരും അതിലൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചരിഞ്ഞൊരു പ്രതലം ഉണ്ടായിരുന്നു, അതിലെല്ലാം കയറി. ഞങ്ങൾ അവിടെ എല്ലായിടവും ഒന്ന് കവർ ചെയ്തു, ഫുൾ എൻജോയ് ചെയ്തു. കുട്ടികളെല്ലാവരും ഫുൾ ഹാപ്പി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് ജംഗിൾ പാർക്കിലായിരുന്നു. ഇത് നിറച്ച് പേടിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നിസ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കയറി, മോള് കയറി. നിസയൊന്നും കയറിയില്ല, പേടിച്ച് കയറിയില്ല. പിന്നെ ഞങ്ങൾ കാർ റൈസിങ്ങിന് വന്നു. അപ്പോൾ എല്ലാവരും കാർ ഡ്രൈവ് ചെയ്തു. ഞാൻ ഡ്രൈവ് ചെയ്തില്ല. എൻ്റെ അടുത്ത് വേറൊരു കുട്ടിയായിരുന്നു, അവരാണ് ഡ്രൈവ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ മങ്കി പാർക്കിലോട്ട് വന്നു. മങ്കി പാർക്ക്, അതായത് നമ്മൾ ജീവനുള്ള മങ്കിയൊന്നും അവിടെ ഇല്ല, മങ്കികളുടെ പ്രതിമ മാത്രമേ ഉള്ളൂ. കുട്ടികളെല്ലാം അതിൻ്റെ അടുത്തൊരു കുറേ പാറയൊക്കെ ഉണ്ടായിരുന്നു. പാറയുടെ മുകളിലൊക്കെ കയറി അവർ ഡാൻസും പാട്ടുമായിട്ട് എൻജോയ് ചെയ്തു. ആ ചുറ്റിനും കാണുന്ന എല്ലാം മങ്കി പ്രതിമകളായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് 3 പേർക്കും വെള്ളത്തിലിറങ്ങി കളിച്ചോളാൻ വയ്യാത്തതിൻ്റെ വെപ്രാളത്തിലായിരുന്നു. ഒരു സ്വിമ്മിങ് ക്യാപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് എപ്പോഴാണ് വാട്ടർ പാർക്കിൽ പോകുന്നതെന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പോഴൊന്നും വാട്ടർ പാർക്കിൽ ഇറങ്ങുന്നില്ല, വേറെ ഒരുപാട് റൈഡുകളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വാട്ടർ പാർക്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ ഒരു വള്ളം പോലത്തെ റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുട്ടികളെല്ലാവരും കയറി. ഞാനും നിസയും കയറിയില്ല. എനിക്കിതിലൊന്നും കയറാൻ പറ്റില്ല. ഏതിൽ കയറിയാലും ഞാൻ വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒറ്റ റൈഡിലും കയറില്ല, എല്ലാം കണ്ടുകൊണ്ട് നിന്നു. ഈ ഒരു സ്വിങ്ങിലൊക്കെ കയറി കഴിഞ്ഞാൽ തീർന്നു, അന്നത്തെ ദിവസം പോയി. വോമിറ്റ് ചെയ്ത് ടയേർഡാവും. അതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല. പിന്നെ നേരെ ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലോട്ട് വന്നു. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ഗെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ റൈഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വിങ്, സീസ, പിന്നെ ട്രെയിൻ, അങ്ങനെ ചെറിയ റൈഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലെല്ലാം കുട്ടികൾ 3 പേരും കയറി. പിന്നെ സ്വിങ് ഉണ്ടായിരുന്നു. ഞാനും നിസയും കൂടെ വിചാരിച്ചു, വഴക്ക് പറയുന്നു, പേടിച്ചിട്ടാണ് ഇരുന്നത്. സ്വിങ്ങിൽ കയറിയിരുന്ന വലിയ ആൾക്കാർ കുട്ടികളുടെ ഊഞ്ഞാലിലിരിക്കാൻ സമ്മതിക്കുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ആ ഒരു ടൈം നോക്കി ഊഞ്ഞാലിൽ കയറിയിരുന്ന് കുറച്ച് നേരം ആടി. ഞാൻ ഊഞ്ഞാലാടുന്നുണ്ടപ്പോൾ നിസയും പറഞ്ഞു ഞാനും എനിക്ക് ഊഞ്ഞാലാടാം. പൊട്ടി വീടുമെന്ന് ഞാൻ പറഞ്ഞത്, എന്തായാലും പൊട്ടിയൊന്നും വീണില്ല. ഞങ്ങൾ 2 പേരും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ട് അവിടെ നിന്ന് എണീറ്റോളൂ. ആരും വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ.
കുട്ടികൾക്ക് എത്ര കളിച്ചിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവർ ഏത് റൈഡിൽ കയറണമെന്നറിയാതെ ഓടുകയായിരുന്നു. ഞാൻ അവരുടെ കൂടെ പോയി അവർ ഏതൊക്കെയോ റൈഡുകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെയോ റൈഡുകളിൽ കയറി. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. നമ്മൾ ഈ ആദ്യം അടയ്ക്കുന്ന ചാർജ് തന്നെ നമുക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റും. അപ്പോൾ ഏകദേശം 1 മണിയോളം ആയി. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അവിടെ തന്നെ നമുക്ക് ഹാപ്പി ലാൻഡിൽ തന്നെ വലിയൊരു ഹോട്ടലുണ്ട്. അവിടെ ഫുഡ് അവൈലബിൾ ആണ്. പുറത്തുനിന്ന് ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഞാൻ ഊണുമാണ് വാങ്ങിയത്. അവിടുത്തെ ഫുഡ് നല്ല സ്പെഷ്യൽ ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. ഭയങ്കര വിലയൊന്നുമില്ല. ഒരു ബിരിയാണി 190 രൂപ ഒരു ബിരിയാണി. മീൽസും അങ്ങനെ തന്നെയാണ്, 190 തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഞാനൊരു ഫിഷ് ഫ്രൈയും കൂടെ അഡീഷണലായിട്ട് ഓർഡർ ചെയ്തു. നന്നായിട്ട് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ബിരിയാണി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായി. എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണി തന്നെയാണ് കഴിക്കാറ്. ഫുഡ് കഴിച്ച ഉടൻ തന്നെ അവർ വാട്ടർ പാർക്കിലോട്ട് ചാടി, മാളൂട്ടിയും അവളുടെ ഫ്രണ്ട്സും. വാട്ടർ പാർക്കിലൊന്നും നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഫോൺ യൂസ് ചെയ്തുകൂടാ. അതുകൊണ്ട് തന്നെ ഫോൺ കൊണ്ടുവയ്ക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഞാനും നിസയും വെള്ളത്തിലിറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഫോണെല്ലാം കൊണ്ടുവച്ച് ലോക്കറിൽ വെച്ച് സേഫാക്കിയിട്ട് ഞങ്ങൾ 2 പേരും വന്നു. വെള്ളത്തിൽ കളിയായിരുന്നു. പിന്നെ ഈവനിങ് ഏകദേശം ഒരു 5 മണി വരെ, ഏകദേശം 4:30 മണിയാകുന്നവരെ ഞാനും നിസയും കുട്ടികളും വാട്ടർ പാർക്ക് തന്നെയായിരുന്നു. വാട്ടർ പാർക്ക് മാത്രമല്ല, അപ്പുറത്ത് വേവ് പൂളുണ്ട്, പിന്നെ വാട്ടർ ഗെയിംസുകൾ കുറേ ഉണ്ട്. അതിലെല്ലാം കയറി ഞങ്ങൾ കുറേ അധികം നേരം, ഏകദേശം 5 മണിയോളം ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. 5:30 മണിയായപ്പോഴേക്കും കുട്ടികളും ഞങ്ങളെല്ലാവരും പോകാനായിട്ട് റെഡിയായി. നല്ല ചൂട് കോഫിയൊക്കെ വാങ്ങി, കേക്കൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ നിസ നല്ല അടിപൊളിയായിട്ട് നല്ല ചീസ് പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആ ചീസ് പോപ്കോണൊക്കെ കഴിച്ചു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. രാവിലെ 10 മണിക്ക് കയറി ഞങ്ങളിപ്പോൾ ഏകദേശം 6 മണിയായി. 6 മണി വരെയാണ് അവരുടെ ടൈം. 6 മണി കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഫുൾ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഹാപ്പി ലാൻഡിലേക്ക് വരിക. ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ വെമ്പായം എന്ന സ്ഥലത്താണ്. നമ്മൾ ഈ കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു ഫുൾ ഡേ ഹാപ്പി ആയിട്ട് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. ഓക്കേ.